ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിമല വിൽസൺ. ഇതെൻ്റെ ഭർത്താവ് മോനിച്ചൻ, മോള് ഹെലേന. ആദ്യമായി ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ നിർത്തിയിരിക്കുന്നതിന് കോടാനുകോടി നന്ദി പറയുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഗവൺമെൻറ് ജോലി എന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 കോവിഡ് കാരണവും മറ്റ് കാരണങ്ങൾ കാരണവും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് 2024 സെപ്റ്റംബർ 6 ഞാൻ അടുത്ത ഉടമ്പടി എടുക്കുന്നത്. 7 എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ജോസഫ് അച്ഛനെ കാണാൻ പറ്റുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുകയും ചെയ്തു. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഒരു എക്സാമായിട്ട് ഞാൻ ഇവിടെ വരാൻ ഇട വരുത്തരുതേ എന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. 2014 ഞാൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ എക്സാം എഴുതുന്നത്. 2 ജില്ലയിലേക്ക് ഡബിളിങ്ങോടായിരുന്നു ആ എക്സാം. കോട്ടയവും തൃശ്ശൂരുമായിരുന്നു ഞാൻ അയച്ചിരുന്നത്. കോട്ടയം ഞാൻ മെയിൻ ലിസ്റ്റ് 36 തൃശ്ശൂരും മെയിൻ ലിസ്റ്റിലായിരുന്നു. എങ്കിലും 2 നിന്നും എനിക്ക് നിയമനം ലഭിച്ചില്ല. 35ാമത്തെ റാങ്ക് വരെ നിയമനം നടത്തി ലിസ്റ്റിൻ്റെ കാലാവധി തീർന്നു. 2018 തൊട്ട് എഴുതുന്ന എല്ലാ മെയിൻ ലിസ്റ്റിലും ഞാൻ ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും അത് ലിസ്റ്റ് ക്യാൻസൽ ആവുകയും എനിക്ക് കിട്ടാതെ വരികയും ചെയ്യുന്നു. ഏകദേശം ഒരു 5 ലിസ്റ്റിലോളം ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ മാനസികമായി ഒത്തിരി തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ 2ാമത് ഉടമ്പടി എടുക്കാൻ വരുന്നത്. അങ്ങനെ ഉടമ്പടിയുടെ ഫലമായി 2010 വർഷങ്ങൾക്ക് ശേഷം 24 ഡിസംബർ 8 അതായത് എൻ്റെ ഉടമ്പടി 94ാമത്തെ ദിവസം ഞങ്ങളുടെ കേസിൽ കിടക്കുമായിരുന്ന ലിസ്റ്റിൽ നിന്ന് അനുകൂലമായി ഞങ്ങൾക്ക് വിധിയുണ്ടായി. കഴിഞ്ഞ ഡിസംബറിന് മാതാവ് എനിക്ക് തന്ന ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. എങ്കിലും അടുത്ത ഒരു വർഷത്തോളം വീണ്ടും ഒരുപാട് തടസ്സങ്ങൾ അതിൽ നിന്നുണ്ടായി. ലിസ്റ്റ് നിലവിൽ വന്നിട്ടും ഞങ്ങൾക്ക് നിയമനം ലഭിക്കാതെയായി. അത് കഴിഞ്ഞ് അഡ്വൈസ് എഴുതി വെച്ചിട്ടും 2 മാസത്തോളമായിട്ടും അത് കയ്യിൽ കിട്ടുന്നില്ല. അങ്ങനെ അഖണ്ഡ ജപമാല റാലിയുടെ അന്ന് ഞാൻ ഈശോയോട് കണ്ണീരോട് കൂടിയാണ് പ്രാർത്ഥിച്ചത്. അർത്തിങ്കൽ പള്ളിയിൽ വെച്ച് കുർബാനയിൽ കാസ ഉയർത്തുന്ന നേരം ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങയുടെ തിരുരക്തം ഒഴിച്ച് മാതാവിൻ്റെ മധ്യസ്ഥയാൽ എൻ്റെ ഈ തടസ്സം, ജോലി എൻ്റെ കയ്യിൽ കിട്ടുന്നതിനുള്ള തടസ്സം മാറ്റിത്തരണമേ എന്ന്. അന്ന് തന്നെ അഡ്വൈസ് അയക്കാനുള്ള ഓർഡർ വന്നു. പക്ഷേ ഞാൻ കണ്ടില്ല. പിറ്റേ ദിവസമാണ് ഞാൻ മെസ്സേജ് നോക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിലെ ഭവന സന്ദർശനത്തിന് ഞാൻ നിയോഗമായിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മ പള്ളിയിൽ കയറുന്നതിന് മുൻപ് എനിക്ക് ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരണമേ എന്ന്. ഒക്ടോബർ 30 അമ്മ പള്ളിയിൽ കയറുന്ന ദിവസം എൻ്റെ അഡ്വൈസ് എനിക്ക് കയ്യിൽ കിട്ടി. കഴിഞ്ഞ മാസം 15 തൃശ്ശൂർ കോർപ്പറേഷനിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായി ഞാൻ ജോയിൻ ചെയ്തു. നീണ്ട 10 വർഷങ്ങൾ കഴിഞ്ഞ് 10 വർഷം മുമ്പ് എഴുതിയ ഒരു ലിസ്റ്റിൽ നിന്നാണ് എനിക്ക് ഈ നിയമനം ലഭിച്ചത്. അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ വേറൊരു നിയോഗമായിരുന്നു ഭർത്താവിൻ്റെ ഒരു ദുശ്ശീലം. ഏകദേശം 20 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഇന്നിവിടെ നിൽക്കുമ്പോൾ അതും എനിക്ക് മാറിക്കിട്ടി. ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ചെറുതും വലുതുമായി തന്ന 1000 അനുഗ്രഹങ്ങളുണ്ട്. അതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നീട് ഓൺലൈൻ മാധ്യമത്തിലൂടെ വാട്സപ്പ്, യൂട്യൂബ് അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് കേൾക്കുകയും ആ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ എത്ര പേർക്ക് അത് സെൻഡ് ചെയ്ത് അവരെ കൊണ്ട് അത് കാണിക്കാൻ സാധിക്കുമോ, കണ്ടില്ലെങ്കിൽ വിളിച്ച് ചോദിച്ച് ആ സാക്ഷ്യം കാണാൻ അവരോട് പറയുകയും ഒത്തിരി പേരെ എനിക്കതിലൂടെ സാക്ഷ്യം കേട്ട് കൃപാസനത്തിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് വലിയ രീതിയിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും മറ്റുള്ളവർക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നമ്മളുടെ സഹായം ആവശ്യം വരികയോ നമ്മളെക്കൊണ്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വീട്ടിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും മാറ്റിവെച്ച്
മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാനും എൻ്റെ കുടുംബവും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 8-ാം തിരുവചനം. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് നിനക്ക് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. വിമല വിൽസൺ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മകൾ ഇവിടെ കാഴ്ചവെച്ചത്. കാരണം 10 വർഷത്തെ നീണ്ട പരിശ്രമത്തിൻ്റെ 10 വർഷം മുമ്പ് എഴുതിയ ഒരു പരീക്ഷയുടെ ഫലം കാത്തിരിക്കാനായി പരിശുദ്ധ അമ്മ നൽകിയ സമയച്ചുരുക്കത്തിൻ്റെ ഒരു വലിയ പ്രോമിസായിരുന്നു 94 ദിവസം. എപ്പോഴും പരീക്ഷ എഴുതി 5 പ്രാവശ്യം ട്രൈ ചെയ്ത് കാത്തിരുന്ന് ഈ നെയിം ലിസ്റ്റിൽ വന്നിട്ടും എനിക്കിപ്പോൾ ജോലി കിട്ടുമെന്നുള്ള ഒരു വലിയ ഉറപ്പോടു കൂടിയിരിക്കുന്ന സമയത്ത് റിജക്റ്റായി പോകുന്ന ഒരു വലിയ നിരാശയും സങ്കടവുമെല്ലാം ഈ മകൾ 10 വർഷക്കാലം അനുഭവിച്ചതാണ്. അതിൽ നിന്നെല്ലാം ഉടമ്പടിയെടുത്തപ്പോൾ ഈ മകൾക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് നൽകിയത് ഒക്ടോബർ 30 ഓഫർ ലെറ്റർ ലഭിച്ചത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം മാറ്റിക്കൊടുത്തപ്പോൾ ഒരു വലിയ ഓഫറാണ്. നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നത് പോലെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറയുന്നത് പോലെ ഇത് ഗെറ്റ് 1 ഫ്രീ അല്ല, ഒരു ഇരട്ടി മധുരമെന്ന് വേണമെങ്കിൽ ഈ മകൾക്ക് പറയാം. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 94 ദിവസത്തിലാണ് ഈ മകൾക്ക് വലിയ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറാക്കിയിട്ട് ഈ മകളെ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ കടന്നു വന്നുകൊണ്ട് നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി, നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും മാറ്റിക്കൊണ്ട് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ സാക്ഷ്യങ്ങളാണ് എന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിമല വിൽസൻ്റെ കുടുംബത്തിലും അത് തന്നെയായിരുന്നു. പരിശുദ്ധ അമ്മ കയറി ചെന്ന ആ നിമിഷം മുതൽ അവരുടെ കുടുംബത്തിലെ എല്ലാ അശുദ്ധിയെയും എല്ലാ ദുശീലങ്ങളെയും എല്ലാം എടുത്തു മാറ്റുന്നതായിട്ട് മകൾ സാക്ഷ്യം പറയുകയുണ്ടായി. ഹസ്ബൻഡിൻ്റെ ഒരു ചെറിയ ദുശീലം, ആ ദുശീലത്തിൽ നിന്നെല്ലാം അവർക്ക് വിടുതൽ നൽകുവാനായി പരിശുദ്ധ അമ്മ പ്രത്യേകം നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അദ്ദേഹത്തിന് വലിയ അനുഭവ സാക്ഷ്യം, ദൈവാനുഭവം അനുഭവിക്കുവാനും ദൈവസ്നേഹം അനുഭവിക്കുവാനുമുള്ളൊരു വലിയ സാധ്യത അമ്മ നൽകിയിരിക്കുകയാണ്. ഒരു തവണ ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, ഒരു തവണ നിനക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചാൽ നീ ഒരിക്കലും ഈശോയും പരിശുദ്ധ അമ്മയും കൈവിട്ടു പോകുകയില്ല എന്ന് അച്ഛൻ വളരെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈശോയെ സ്നേഹിക്കുക, ഈശോയുടെ സ്നേഹം അനുഭവിക്കുക എന്നുള്ളത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു കാര്യമാണ്. അത് ഉടമ്പടിയിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ഫ്രീ ഓഫർ, ഫ്രീ ഗിഫ്റ്റാണ്. നമുക്ക് എപ്പോഴും ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചേർന്നിരിക്കാം. അവിടുത്തെ വിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുമ്പോഴെല്ലാം അവിടുത്തെ തിരുരക്തത്തിലൂടെ നമ്മെ വീണ്ടെടുത്തിട്ടുള്ള സ്നേഹത്തെ നമുക്ക് എപ്പോഴും അനുഭവിക്കുകയും മറ്റുള്ളവർക്കത് കൈമാറുകയും ചെയ്യാം. ഇന്ന് ഒരുപാട് മക്കളാണ് പലതരം അഡിക്ഷന് വിധേയരായി ഇന്ന് ജീവിതത്തെ കരകയറാൻ സാധിക്കാത്ത രീതിയിൽ ജീവിക്കുന്നത്. കുടുംബത്തെ തന്നെ വളരെ താറുമാറാക്കുന്ന അനുഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം തന്നുകൊണ്ടിരിക്കും. മാധ്യസ്ഥം നമ്മുടെ എല്ലാ അപകടങ്ങളിലും ആപത്തുകളിലും എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധാമ്മ നമുക്ക് എപ്പോഴും മാധ്യസ്ഥം തന്നുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ഈശോയെ അനുഭവിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടിരിക്കാം. വിമല വിൽസൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.